ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷന്, കരിമങ്കലിക്കില്ല, അതൊക്കെ മാറാനൊക്കെ പറ്റിയ അടിപൊളിയൊരു ടിപ്സും കൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം തന്നെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, കരിമങ്കലി മാറാനുള്ള ഒരുപാട് ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടിപ്സ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാട്ടോ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കരിമങ്കലി മാറാനായിട്ടുള്ളത്. അതായത് ഇരട്ടി മധുരത്തിൻ്റെ പാക്ക് നല്ലതാണ്, മുഖം നല്ല നിറം വയ്ക്കാനും കരിമങ്കലിയൊക്കെ മാറാനൊക്കെ അടിപൊളിയൊരു പാക്കാണ് ഇരട്ടി മധുരത്തിൻ്റെ ഫേസ് പാക്ക് കേട്ടോ. പിന്നെ തക്കാളി നീര് വെച്ചുള്ള ഒരു പാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതും നല്ല സൂപ്പറാണ്. മുഖം നല്ല ഗ്ലോ കിട്ടാനും മുഖത്തുള്ള കരിമങ്കലിയൊക്കെ മാറാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ എന്താണ്, അരിപ്പൊടി വെച്ചുള്ള പാക്കുകൾ, അതൊക്കെ കരിമങ്കലിയൊക്കെ കുറയാനൊക്കെ നല്ലതൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ദിവസം തേക്കേണ്ട, ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ തേച്ചാൽ മതി. ആ തേക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തുള്ള എന്താ പറയുക, നമുക്ക് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ഉരച്ചങ്ങ് കളയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കരിമങ്കലിയൊക്കെ നല്ല വണ്ണം കുറഞ്ഞു കിട്ടുകയും ചെയ്തിട്ടോ. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്, അതായത് നമ്മൾ എന്താ പറയുക, ഈ കരിമങ്കൽ ഇപ്പം തുടക്കത്തിൽ ഇങ്ങനെ വരത്തില്ലേ, ഈ നെറ്റിയുടെ ഭാഗത്ത് കവളിലെ സൈഡിലൊക്കെ തുടക്കത്തിൽ വരില്ലേ, തുടക്കക്കാർക്ക് ഈ ഒരു ടിപ്സ് ചെയ്യുവാണെങ്കിൽ കരിമങ്കലിയൊക്കെ നല്ല വണ്ണം കുറഞ്ഞോളൂ കേട്ടോ. ങ്കിൽ ഒരുപാട് വന്നതിന് ശേഷം, അതായത് കുറച്ചും കൂടെ ആവട്ടെ എന്നിട്ട് നമുക്ക് ടിപ്സൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് ആരും ഇരിക്കരുത് കേട്ടോ. തുടക്കത്തിൽ ഇങ്ങനെ കുഞ്ഞുനായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഹോം റെമഡീസൊക്കെ ടിപ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല വണ്ണം തന്നെ കരിമങ്കലും കുറഞ്ഞോളും. പിന്നെ കരിമങ്കൽ ഒരുപാട് വന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ തേച്ച് അത് വീണ്ടും ഒന്നുകൂടെ അങ്ങ് വന്ന് അത് വലിയതൊരു പണി തന്നെയാകും. അപ്പോൾ എന്താ ചെയ്യുക, കുഞ്ഞായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നമ്മുടെ ഇന്നത്തെ ഒരു വെറൈറ്റി പാക്ക് തന്നെയാണ്. വെറൈറ്റി ഇതല്ല, എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സാധനമാണ്. കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിട്ട് ആയുർവേദ കടയിൽ നിന്ന്. ഇതാണ് മഞ്ചിഷ്ട വെച്ചുള്ള ഫേസ് പാക്കായിട്ട് നിങ്ങളെ എന്നെ പരിചയപ്പെടുത്തുന്നത്. ഇതാട്ടോ മഞ്ചിഷ്ട. കണ്ടില്ലേ, ഒരു 100 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് കേട്ടോ. 100 രൂപയ്ക്ക് ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്ക് മഞ്ചിഷ്ടയുടെ പൊടി കിട്ടും കടകളിൽ, അതായാലും കുഴപ്പമില്ല. ഇത് ഞാൻ ഇങ്ങനെ തൂക്കിയാട്ടോ മേടിച്ചേക്കണത്. അപ്പോൾ ഇതെങ്ങനെ തേക്കണം എന്ന് പറഞ്ഞു തരാം. ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കാവുന്നതാണ്. ഇത് കട്ട പിടിച്ച സാധനം, ഇങ്ങനെ മരത്തടി കട്ടതടി ഞാൻ ഇങ്ങോട്ട് പറയണത്. അപ്പോൾ ഈ മരത്തടി കൊണ്ട് എങ്ങനെ ഇപ്പോൾ തേക്കാന്നൊക്കെ വിചാരിക്കും. അന്ന് തേക്കാനൊക്കെ എളുപ്പ വഴിയുണ്ട്, പേടിക്കുന്നു വേണ്ട. നമ്മൾ ഇതിനായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് നേരെ ഈ പാക്ക് ഉണ്ടാക്കണം എങ്ങനെ നോക്കാവേ. അപ്പം ഞാനൊരു ചെറിയൊരു കഷ്ണം മഞ്ചിഷ്ടത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാൻ. വെള്ളത്തിൽ അങ്ങ് കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം തന്നെ അങ്ങ് ഉരച്ചെടുക്കാം കേട്ടോ. അതിന് ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇടികല്ല് ഉപയോഗിച്ച് നമുക്കത് ഉരച്ചെടുക്കാം. ഞാൻ മതി, ഇതിനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, മഞ്ചിഷ്ടയുടെ പൊടി ആയാലും മതി കേട്ടോ. പൊടി മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരയ്ക്കും പിറക്കൊന്നും വേണ്ട, പൊടി ആയാലും മതി. പക്ഷെ അത് മേടിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കണം. അല്ലെങ്കിൽ ചില കമ്പനിയുടെ നമ്മളെ പറ്റിക്കും കേട്ടോ. അതിപ്പോൾ മഞ്ചിഷ്ടത്തേക്ക് ചിലപ്പം എന്താ പറയുക, അലർജിയും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല കമ്പനിയുടെ തന്നെ മേടിക്കുക. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല, കുറച്ച് സമയം ആയതുള്ളൂ, ഒരു 15 മിനിറ്റ് അത്രയൊക്കെ ആയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നന്നായിട്ട് കുതിർന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അരച്ച് കിട്ടുമ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല ചുമന്ന കളറ് കണ്ടോ, വേഗം തന്നെ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ തുടക്കക്കാർക്കൊക്കെ കരിമങ്കല്യം സ്റ്റാർട്ടിങ് വരുന്നവർക്കൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ വേഗം തന്നെ കുറഞ്ഞോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടെന്നേ, കണ്ടോ വേഗം തന്നെ ഇതാ ഉരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്താ കേട്ടോ ഉരയ്ക്കണത്. എന്താ കണ്ടില്ല, നമ്മൾ രക്തചന്ദനൊക്കെ നമ്മൾ ഈ കല്ലിലിങ്ങനെ അരച്ചെടുക്കണില്ലേ, അതുപോലെ തന്നെ
എനിക്കൊന്ന് രക്തചന്ദനത്തിനേക്കാളും സ്പീഡ് തന്നെ നമുക്കിതാ കിട്ടുന്നുണ്ട് കേട്ടോ. രക്തചന്ദനം എനിക്ക് ഒരുപാട് നേരം വേണ്ടി വരും. ആ കല്ലൊന്ന് ഉപയോഗിച്ച് രക്തചന്ദനത്തിന് ആ തടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എല്ലാ പിഗ്മെന്റേഷനും മാറാനുള്ള എല്ലാ സംഭവങ്ങളും ഈ വീട്ടിലുണ്ട്. ഞാൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. രക്തചന്ദനമുണ്ട്, പിന്നെ ഒരു ചന്ദനത്തിൻ്റെ തടിയുണ്ട്, അത് നിങ്ങൾക്ക് അന്ന് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇരട്ടി മധുരത്തിൻ്റെ ഒരു തടിയുണ്ട്. അത് ഇത്ര കട്ടിയുള്ളതല്ല, അത് എന്താ പറയുക, കമ്പ്, കുഞ്ഞു കുഞ്ഞു കമ്പ് ഇല്ലേ, കമ്പ് പോലത്തെ സാധനം കേട്ടോ. എല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ സാധനങ്ങളും നമ്മുടെ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷന്, കരിമങ്കലിയൊക്കെ മാറാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ആയുർവേദ സാധനങ്ങളാണ്. അപ്പം ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്ഥിരം തേക്കണം. തേച്ച ഉടനെ തന്നെ നമ്മുടെ മുഖത്ത് കരിമങ്കല് പോകുകയും ചെയ്യില്ല. കുറേ നാളുകൾ വരെ നമ്മൾ തേക്കണം. തേച്ച് കഴിയുമ്പം നന്നായിട്ട് മാറി കിട്ടിക്കോളും. പിന്നെ നമ്മൾ ആഹാരത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വെള്ളം ധാരാളം കുടിക്കണം. നമ്മൾ വെള്ളം കൂടി കുറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ കരിമങ്കലുള്ളൊരു കാര്യം പറയണം. കരിമംഗലത്തിൽ മാത്രമല്ല, വെള്ളം ധാരാളം കുടിക്കും നമ്മുടെ പല രോഗങ്ങളും വരാതിരുന്നോളൂ കേട്ടോ. പിന്നെ കരിമങ്കലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെയിൽ അധികം കൊള്ളാതിരിക്കുക. പിന്നെ കാപ്പി കുടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അതായത് 2-3 ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു ദിവസം കാപ്പി കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ആ ശീലം ഒന്ന് മാറ്റുക കേട്ടോ. അതിന് പകരം ഇളം ചൂടുവെള്ളം തന്നെ കുടിക്കുക. പിന്നെ വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് തേനും ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മാറ്റം അറിയാൻ പറ്റും കേട്ടോ. കാരണം നമ്മുടെ മുഖത്ത് നല്ല പ്രസരിപ്പ് ഉണ്ടാവും, മുഖം കാണാൻ നല്ല രസം ഉണ്ടാവും. പിന്നെ മുഖത്തുള്ള പാടുകളൊക്കെ കുറയാനൊക്കെ ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ സഹായിക്കും. അത് മാത്രം നമ്മുടെ മേത്ത് എന്തെങ്കിലുമൊക്കെ പാടുകളും കാലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം കുറയും. പിന്നെ വേറെ ഡ്രിങ്ക് നിങ്ങൾ പരിചയപ്പെടുത്താം. അത് ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പാൽ. അതായത് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ പച്ചമഞ്ഞൾ ഇച്ചിരി വലുതായിട്ട് എടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചിട്ട് ആ പാലിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. ആ മഞ്ഞപ്പാൽ കുടിക്കുവാണെങ്കിലും നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. നമ്മുടെ ശരീരത്തിലുള്ള പാടുകളൊക്കെ മാറാനും ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ദിവസവും കുടിക്കാറുണ്ട്. അപ്പം എൻ്റെ ശരീരത്തിൽ നല്ല മാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. പിന്നെ നമ്മൾ ചായ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ചായ, കാപ്പി, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക, മാക്സിമം വെള്ളം കുടിക്കുക. എന്ന് കരുതി നമുക്ക് ഒരുപാടങ്ങ് വെള്ളം കുടിക്കാൻ പറ്റില്ല. മാക്സിമം 2 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. മഴക്കാലമായാലും വേനൽക്കാലമായാലും ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം ധാരാളം കുടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ടാനൊക്കെ മാറി പാടുകളൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടൊന്ന് തിളങ്ങുള്ളൂ കേട്ടോ. വെളുപ്പോ കറുപ്പിലൊന്നും കാര്യമില്ല. നമ്മുടെ മുഖത്ത് പാടുകളൊന്നും വരാതിരിക്കുക, കുരുക്കളൊന്നും വരാതിരിക്കുക, അതിനാണ് കാര്യം. വെളുപ്പോ കറുപ്പിലൊന്നും കാര്യമില്ല. ഈ പറഞ്ഞ് ഞാൻ വലിയ വെളുത്തൊന്നല്ല, നല്ല മുഖത്ത് അങ്ങനെ പാടുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഇങ്ങനെ ടിപ്സുകളൊക്കെ ചെയ്യാറുണ്ട്, ധാരാളം വെള്ളം കുടിക്കാറുണ്ട്, ഈ പറയുന്ന മഞ്ഞപ്പാലൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ല, ഒരുപാട് നേരം എടുത്തില്ല, നന്നായിട്ട് അങ്ങ് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ തേക്കേണ്ടതെന്ന്. അപ്പം നമ്മുടെ മഞ്ചിഷ്ട പൊടി, ഞാൻ പറഞ്ഞു മഞ്ചിഷ്ട പൊടി നമുക്ക് കടകളിൽ കിട്ടുന്നുണ്ട്. മഞ്ചിഷ്ട പൊടി മേടിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇത്രയും സമയം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഈ മഞ്ചിഷ്ട ഒറിജിനൽ സാധനം പൊടി അല്ലാത്ത ഇതുപോലെ തന്നെ കല്ലിൽ ഉരച്ച് അങ്ങ് തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം എല്ലാവർക്കും തിരക്കാണല്ലോ അല്ലേ, ആരും ഇതിനായിട്ടൊന്നും സമയം കണ്ടെത്തുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഇപ്പം എന്തെങ്കിലും ക്രീമുണ്ടോ, ഇതിൻ്റെ പാട് പെട്ടെന്ന് മാറാനാണ് എല്ലാവരും നോക്കണത്. അപ്പോൾ ഇതാ മഞ്ചിഷ്ട അരച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിതാ തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. തേന് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവാനും നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ കുറയാനൊക്കെ തേൻ വളരെ നല്ല സാധനമാണ് കേട്ടോ. തേൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ തേന് നമ്മൾ തക്കാളിയുടെ നീരും തേനും കൂടി ചേർക്കുവാണെങ്കിൽ അതും നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ അതായത് കരിമങ്കലൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ തേനും
തക്കാളിയുടെ നീരും. അപ്പോൾ അതൊക്കെ തേക്കുമ്പോൾ നമുക്ക് ദിവസം തേക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ദിവസം തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ മഞ്ചിഷ്ടയും തേനും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ചുമന്ന കളറിൽ കിട്ടുന്നുണ്ട്. നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാതെ. ഇതിപ്പം കരിമങ്കലുള്ളവർക്കല്ല, അല്ലാത്തവർക്കും ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്, ഇന്നൊന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. ഞാനിതാ എൻ്റെ കവളിൽ മാത്രം അങ്ങ് തേച്ചെടുക്കാണ്. നെറ്റി തേക്കാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ കുറച്ച് അരച്ചെടുത്തിട്ടുള്ളൂ. അതല്ലേ, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. നമുക്ക് എന്തായാലും നെറ്റിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കവളിലും കൂടെ തേച്ചപ്പോഴത്തേക്ക് എനിക്ക് നെറ്റിയിൽ തേക്കാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കല്ല് ഉരച്ചിട്ട് തേനും ചേർത്തിട്ട് ഇതാ നെറ്റിലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം. ചെയ്യുമ്പോൾ വൈകുന്നേരം തേക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ഒരു മാറ്റം തന്നെ അറിയാൻ പറ്റും കേട്ടോ. ആഴ്ചയിൽ 1-2 തവണ ചെയ്തിട്ടൊന്നും ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ സ്ഥിരം തന്നെ ചെയ്യണം. ഇപ്പോൾ ഇത് നമുക്ക് സ്ക്രബ് പോലെ ചെയ്തെടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അതായത് ഈ മഞ്ചിഷ്ടയുടെ പൊടി നമുക്ക് കടകളിൽ മേടിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. മഞ്ചിഷ്ട പൊടി മേടിക്കുക, അതിനകത്തോട്ട് തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കളയുവാണെങ്കിലും നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ മുഖത്തുള്ള കരിമങ്കലിലേക്ക് നല്ല വണ്ണങ്ങ് കുറയാൻ സാധിക്കുമേ. പിന്നെ വേറെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചിരട്ട, അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയ ടിപ്സ് എന്ന് എല്ലാവരും പറയുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ വീഡിയോ എന്നും പറഞ്ഞ് കമൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരാളുടെ വീഡിയോയിൽ കുറേ കമൻസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയുള്ളവർ ഇപ്പോൾ ചിരട്ട എടുത്താലും പ്രശ്നമില്ല കേട്ടോ. അതിപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും ചിരട്ട ഉള്ളതാണല്ലോ. ചിരട്ട എടുത്തിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ പൊടിയാട്ടോ നമുക്ക് ആവശ്യം. ഇടിക്കല്ലോ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ച് ഇങ്ങനെ അങ്ങ് ഉരച്ചെടുത്താൽ മതി. അപ്പോൾ പൊടി കിട്ടുമല്ലോ. ആ പൊടിയിലോട്ട് തേനും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് തേക്കുവാണെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കരിമങ്കലിയൊക്കെ മാറാനൊക്കെ സൂപ്പർ ടിപ്സ് തന്നെ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കമൻസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയൊക്കെ കരിമങ്കലിയൊക്കെ നല്ലവണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് തേച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഇത് പറ്റാത്തവർക്ക് അതും കൂടെ തേച്ച് കൊടുക്കാം. പിന്നെ ഇത് ആർക്കും അങ്ങനെ അലർജി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മഞ്ചിഷ്ട അങ്ങനെ ആർക്കും അലർജി ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും യോജിക്കുന്ന ഒരു പാക്ക് തന്നെയാണ് ഇത്, മഞ്ചിഷ്ടയുടെ പാക്ക്. പിന്നെ എന്താ പറയുക, രക്തചന്ദനാണെങ്കിൽ നല്ലതാണ്. രക്തചന്ദനത്തിൻ്റെ തടി മേടിച്ചിട്ട് ഇതേപോലെ തന്നെ ഉരച്ചങ്ങ് തേക്കുവാണെങ്കിലും നമ്മുടെ കരിമങ്കലിലേക്ക് നല്ലവണ്ണം കുറഞ്ഞോളൂ കേട്ടോ. പക്ഷെ ഇതൊക്കെ തേക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ തേച്ചെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. 1-2 തവണ തേച്ചിട്ട് ഈ കരിമങ്കലും കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞേക്കരുത്. പിന്നെ ക്ഷമയില്ലാണ്ട് ഒരു പാക്ക് നടക്കില്ല കേട്ടോ, ഒരു ടിപ്സ് നടക്കില്ല. കാരണം ക്ഷമയോടെ തന്നെ നമ്മൾ ചെയ്യണം. നമുക്ക് ദേഷ്യമൊക്കെ കുറച്ച് നമ്മൾ ഇത് കുറഞ്ഞില്ലല്ലോ ചുമ്മാ പറ്റിയിട്ടാണല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ക്ഷമയോടെ തന്നെ നമ്മൾ ടിപ്സുകളൊക്കെ ചെയ്യുക. കരിമങ്കലൊക്കെ നല്ലവണ്ണം കുറഞ്ഞോളും. ധാരാളം വെള്ളം കുടിക്കുക. കാപ്പി കുടിക്കുന്ന ആൾക്കാർ 1 ഗ്ലാസ് കാപ്പി കുടിച്ചാൽ ഒരു പ്രശ്നമില്ല. 2-3 ഗ്ലാസ് കുടിക്കുന്നവരൊക്കെയാണ് പറയണത്, അവർ കാപ്പി കൂടെയൊക്കെ ഒഴിവാക്കാം കേട്ടോ. 1 ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ ഒരു കുഴപ്പമില്ല. 2-3-4 തവണയൊന്നും കുടിക്കരുത്. കാപ്പി നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കാപ്പി തന്നെയാണ്. പണ്ട് കുറേ കുടിച്ചായിരുന്നു, ഇപ്പം ഞാൻ കുടിക്കാറില്ല കേട്ടോ. കാപ്പി കുടിക്കുമ്പോൾ എനിക്ക് മുഖക്കുരു വരാറുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കാപ്പി കുടിക്കാറില്ല. ഞാനിത് എന്തായാലും ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ വെച്ചിട്ട് നമുക്ക് നാളെ കാണാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.